بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر ألف سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനരായ സത്യവിശ്വാസികൾ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായുള്ള ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും ഓർമ്മപ്പെടുത്തി. അല്ലാഹുവിന്റെ ഖുർആനും തിരുദൂതരുടെ ചര്യയും പഠിക്കുകയും പകർത്തുകയും ചെയ്തു ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. മനുഷ്യൻ സുഖത്തെയും സന്തോഷത്തെയും സ്നേഹിക്കുന്നവനാണ്. ആഘോഷങ്ങൾക്ക് വേണ്ടി, ആഹ്ലാദങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. ലഭ്യമാകുന്ന വേളകളൊക്കെ അങ്ങനെ ഉപയോഗപ്പെടുത്താനുള്ള താല്പര്യം മനുഷ്യനിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സന്ദർഭത്തെയും അങ്ങനെ പരമാവധി ആഘോഷിക്കാൻ, അടിച്ചുപൊളിക്കാൻ ശ്രമിക്കുന്നത് ആധുനിക മനുഷ്യന്റെ സ്വഭാവമായി മാറി. ചുമരിലെ പഴയ കലണ്ടർ മാറ്റിവെച്ച് പുതിയ ഒരു കലണ്ടർ തൂക്കുന്ന ഈ സന്ദർഭത്തിലും കടന്നു വരുന്ന ഒരു പുതുവർഷത്തെയും ആഘോഷത്തോടുകൂടി എതിരേൽക്കാനുള്ള ത്വര, അതിനുള്ള ശ്രമം ആധുനിക മനുഷ്യനിൽ ഇന്ന് കൂടുതലാണ്. ന്യൂ ഇയർ എന്നത് ഒരു ലഹരിയായി മാറി. ഫൗണ്ടൻ ഷോകളും ലൈറ്റ് ഷോകളും കാർണിവലുകളും, പ്രത്യേകിച്ച് വ്യാപാരി സമൂഹം അതിനെ വ്യാപാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, മറ്റു പല കച്ചവട താല്പര്യമുള്ള ആളുകളൊക്കെ അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇതിനെ ഉപയോഗിക്കുകയും അതെല്ലാം കൂടി സ്വീകരിച്ച് പുതുതലമുറ അതിന് ലഹരിയുടെ പിൻബലം കൂടി നൽകി കുടിച്ചു കൂത്താടാനും ആഹ്ലാദിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായി പുതിയ ഒരു ക്രിസ്തുവർഷത്തെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആഘോഷത്തോടുകൂടി എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു സാമൂഹികാവസ്ഥ, ഒരു മാനസികാവസ്ഥ വളർന്നു വരുമ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഘട്ടങ്ങളിൽ ഗൗരവതരമായി ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. ഏറ്റവും പ്രധാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമയം എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ആയുസ് സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ സമയം നമ്മൾ അറിയാതെ കടന്നു പോകുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കൂടെ പഠിച്ച ഒരാളെ കാണുമ്പോൾ, കൊല്ലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കും, ആകെ വയസ്സനായിട്ടുണ്ടല്ലോ എന്ന്. അതേ മാറ്റം നമ്മളിലും വന്നിട്ടുണ്ടല്ലോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കില്ല. കാലം നമ്മളിൽ ഓരോരുത്തരും മാറ്റങ്ങൾ വന്നു വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാലം വളരെ വേഗം കഴിഞ്ഞു പോയി ചെയ്യും. നമ്മൾ സാധാരണ പറയാറുണ്ട്, കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഇത്രയും മാസം പിന്നിട്ടോ, ഒരു റമദാൻ അടുത്തെത്തിയിരിക്കുന്നു, എത്ര വേഗമാണ് സമയം പോകാൻ.
ഒരു ജുമാ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായോ എത്ര വേഗമാണ് സമയം പോകാറുള്ളത്. കാലം അടുക്കുക, സമയം കുറയുക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ഒരു അടയാളമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഈ ആയുസ് അങ്ങനെ വളരെ വേഗം, രാവിലെയായി, ഉച്ചയായി, വൈകുന്നേരമായി, രാത്രിയായി വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരു ആയുസ്സിനെ മുഅ്മിൻ എങ്ങനെ സമീപിക്കണം? സാധാരണ സത്യവിശ്വാസികളല്ലാത്ത ആളുകളിൽ ആയുസ്സുമായി ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ജൂതരായ ആളുകളെയും ബഹുദൈവ വിശ്വാസികളായ ആളുകളെയും കുറിച്ച് പറഞ്ഞിടത്ത് അവരുടെ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹു പറയുന്നു. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ. ജീവിതത്തോട് അങ്ങേയറ്റത്തെ ആർത്തിയുള്ള ആളുകളെയും ബഹുദൈവ വിശ്വാസികളായ ആളുകളെയും നിങ്ങൾക്ക് കാണാം. എങ്ങനെ? യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന. 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അവർ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രായം ചെല്ലുന്തോറും 2 കാര്യങ്ങളിൽ മനുഷ്യനിൽ കൂടുന്നതാണ്. വയസ്സ് കൂടുന്തോറും 2 കാര്യങ്ങളിൽ മനുഷ്യനിൽ വർദ്ധിച്ചു വരും. ഏതൊക്കെ 2 കാര്യങ്ങൾ? ഒന്ന് അൽ ഹിർസു അലൽ ഉംർ, ആയുസ് ദീർഘിച്ച് കിട്ടാനുള്ള മോഹം. അത് കൊല്ലം കഴിയുന്തോറും മനുഷ്യരിൽ കൂടുക ചെയ്യണം. എനിക്കൊരു 70 വയസ്സായാലോ 80 വയസ്സായാലോ ഇനി ഞാനങ്ങ് മരിക്കാന്ന് ഒരാൾക്ക് തോന്നില്ല. ഓരോ കൊല്ലം കഴിയുന്തോറും ആയുസ് കൂടുന്തോറും ആയുസ് നീട്ടിക്കിട്ടാനുള്ള മോഹമാണ് മനുഷ്യരിൽ വർദ്ധിക്കുക. രണ്ടാമത്തത് വൽ ഹിർസു അലൽ മാൽ, സമ്പത്ത് വർദ്ധിക്കാനുള്ള മോഹം. എന്തെങ്കിലും ഒരു മനുഷ്യന് തോന്നൂല മതി സമ്പാദിച്ചത്, ഇനി കുട്ടികളെ നോക്കിക്കോട്ടെ എന്ന് തോന്നൂല്ല. നമ്മൾ പലരെ കുറിച്ച് പറയാനുള്ള ഇനി മൂപ്പർക്കൊന്ന് ഒതുങ്ങിയിരുന്നൂടെ, കാരണം ഇത്രയും കാലം സമ്പാദിച്ചു ഇല്ല എന്നാണ്. സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മോഹവും ആയുസ് വർദ്ധിപ്പിക്കാനുള്ള മോഹവും പ്രായം ചൊല്ലുന്തോറും മനുഷ്യരിൽ വർദ്ധിക്കുമെന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ ജൂതരുടെയും ബഹുദൈവ വിശ്വാസികളുടെയും സ്വഭാവം പറഞ്ഞ കാര്യം എടുത്തു പറഞ്ഞിട്ടും അല്ലാഹു പറയുന്നത് ലൗ യുഅമ്മറു അൽഫ സനത്തിൻ, അവരെന്താ ആഗ്രഹിക്കുക? 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. പക്ഷെ അല്ലാഹു പറയുന്നു വമാ ഹുവ ബിമുസഹ്സിഹി മിനൽ അദാബി അൻ യുഅമ്മർ. കുറെ കൊല്ലത്തെ ആയുസ് കിട്ടി എന്നുള്ളത് കൊണ്ട് അള്ളാന്റെ ശിക്ഷയിൽ നിങ്ങൾ രക്ഷപ്പെടൂല കേട്ടോ. കുറച്ച് അധികകാലം ജീവിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. വല്ലാഹു ബസീറുൻ ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവരാണ്. ആയുസ് ദീർഘിച്ച് കിട്ടൽ സൗഭാഗ്യമാണ്. എപ്പോൾ? ആ ദീർഘിച്ച് കിട്ടിയ ആയുസ് നന്മക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ. സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അർത്ഥമായി തീരും. അതുകൊണ്ട് ആയുസ് ദീർഘിച്ച് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നതോടൊപ്പം അമലുകൾ കൂടുതൽ ചെയ്യാനുള്ള താല്പര്യവും നമ്മൾ ഉണ്ടായിത്തീരണം. ഈ ജീവിതത്തിലെ ഓരോ നിമിഷവും അല്ലാഹു എനിക്ക് ദീർഘിപ്പിച്ച് തന്നതാണ് എന്ന തോന്നലുണ്ടാകണം. ബാലുശ്ശേരിയിലെ നന്മണ്ടയിലെ പള്ളിപ്പറമ്പിലേക്ക് ചെന്നാൽ ഉയർന്നു നിൽക്കുന്ന ഒരുപാട് കല്ലുകളുണ്ട് അവിടെ, ഓർമ്മകളുണ്ട് അവിടെ. ഒന്നിച്ചൊരേ ബെഞ്ചിൽ നമ്മുടെ കൂടെ പഠിച്ചിരുന്നവരുണ്ട്, ഒന്നിച്ചൊരേ ഗ്രൗണ്ടിൽ നമ്മുടെ കൂടെ കളിച്ചിരുന്നവരുണ്ട്, ഒന്നിച്ചൊരേ വേദിയിൽ നമ്മുടെ കൂടെ പങ്കുവച്ചിരുന്നവരുണ്ട്. അവരൊക്കെ നമ്മളെക്കാൾ നേരത്തെ യാത്രയാണ്. അല്ലാഹു എന്തിനാ നമുക്ക് നീട്ടിത്തന്നത്? പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നന്മ ചെയ്യുമോ തിന്മ ചെയ്യുമോ എന്നുള്ള പരീക്ഷണത്തിന് വേണ്ടിയാണ്. ആ ഒരു കാഴ്ചപ്പാട് ജീവിതത്തെ കുറിച്ച് വെച്ചു പുലർത്താൻ അടിച്ചു തിമർക്കുന്ന ആഘോഷത്തെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുന്ന ആധുനിക സമൂഹത്തിനിടയിൽ ജീവിക്കുമ്പോൾ മുഅ്മിനുകൾ എന്നുള്ള നിലക്ക് നമുക്ക് ഓർമ്മയുണ്ടാകണം. മരണത്തെ കുറിച്ചുള്ള ഓർമ്മ മാത്രമേ ജീവിതത്തെ കുറിച്ചുള്ള ലക്ഷ്യം മനുഷ്യരെ പഠിപ്പിക്കുകയുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാസ്, സുഖഭോഗങ്ങളെ തകർത്ത് കളയുന്ന ആ കാര്യത്തെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഏത്? അൽ മൗത്ത്. റസൂൽ വിശദീകരിച്ചത് മരണമാണ്. മുഴുവൻ സന്തോഷത്തെ അത് തകർത്ത് കളയും. പാവപ്പെട്ട കുടുംബം, ആ കുടുംബത്തിൽ ഒരു മകൻ അധ്വാനിച്ചു നല്ല സമ്പത്തുണ്ടാക്കി, അക്കരെ കടന്നു ഗൾഫിൽ ചെന്ന് കുറെ പണം ഉണ്ടാക്കി, കഷ്ടപ്പെട്ട് ജീവിച്ച ഉമ്മയും ഉപ്പയൊക്കെ ഹജ്ജിനൊക്കെ കൊണ്ടുപോയി നല്ലൊരു വീടൊക്കെ പണിത് ആ വീട്ടിൽ സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോയിരിക്കും പെട്ടെന്നൊരു ഫോൺ കോൾ. ആ കുടുംബത്തിന്റെ നട്ടല്ലായ, ആ കുടുംബത്തിന്റെ അത്താണിയായ ആ ചെറുപ്പക്കാരൻ ഗൾഫിൽ ഒരു വാഹന അപകടത്തിൽ മരിച്ചു. തീർന്നു. അതുവരെയുള്ള സന്തോഷം, ആനന്ദം മുഴുവൻ, പൊട്ടിച്ചിരി മുഴുവൻ പൊട്ടിക്കരച്ചിലായി മാറും. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണുന്നത്. റബ്ബിനെ കുറിച്ചുള്ള വിശേഷണം പറഞ്ഞിടത്ത് വഇന്നഹു ഹുവ അദ്ഹക
ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും റബ്ബാണ്, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും റബ്ബാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ നിമിഷം തന്നെ ആ ചിരിയെ കരച്ചിലാക്കി മാറ്റാൻ റബ്ബിന് ഒരു പ്രയാസവുമില്ല. ജീവിതത്തിലെ മുഴുവൻ സുഖഭോഗങ്ങളെയും തകർത്ത് കളയുന്നതാണ് ഇത് അൽ മൗത്ത്, മരണം. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകണം. ഉബൈദുല്ലാഹ് ഇബ്നു ജർഹമി റഹിമഹുല്ലാഹ് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാനുമായുള്ള ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ മുആവിയെ കാണാൻ പഠിച്ചു. അങ്ങനെ മുആവിയുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കളുടെ ജീവിതത്തിലെ ഒരു സ്മരണീയമായ മറക്കാൻ കഴിയാത്ത ഒരു സംഭവം ഒന്ന് എടുത്തു പറയാൻ സാധിക്കും. അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാണ്. ഞങ്ങളുടെ നാട്ടിൽ അന്ന് അകലെ ദൂരെ നിൽക്കുന്ന ഒരാൾ വന്നു. നാട്ടിൽ വന്ന് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ വെച്ച് മരിച്ചു. ഒരു പേരും അറിയില്ല, എവിടുത്തെ നാട്ടുകാരനാണെന്ന് അറിയില്ല. പക്ഷേ സ്വാഭാവികമായി നമുക്കറിയാം, ഇന്നത്തെ കാലത്താണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, മോർച്ചറിയിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് കാത്തു സൂക്ഷിക്കാം, പബ്ലിഷ് ചെയ്യാം, ബന്ധുക്കൾ എത്തുന്നവരെ കാത്ത്. അന്നത്തെ കാലത്തൊന്നുമില്ലല്ലോ. ആ മനുഷ്യന്റെ മയ്യത്ത് മറമാടുന്ന സന്ദർഭത്തിൽ ഉബൈദുല്ലാഹ് ഇബ്നു ജർഹമി റഹിമഹുല്ലാഹ് പറയാണ്, എന്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ അടർന്നു വീണ്. കാരണം ഈ മനുഷ്യനെ കുറിച്ച് ഓർത്തിട്ട്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇത് അറിയില്ലല്ലോ. അങ്ങനെ എന്റെ നാവിൽ നിന്ന് ഒരു കവിത വന്നു. എന്താണ് കവിത? ഇദ്ദേഹത്തെ കുറിച്ച് ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ പോലും ഇതാ കരയുന്നു. എന്നാൽ ഇതേ നിമിഷത്തിൽ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, അങ്ങനെയുള്ള ബന്ധുക്കൾ, ഈ മരണം അറിയാത്ത ബന്ധുക്കൾ ഇപ്പോഴും സന്തോഷത്തിലാണല്ലോ കഴിയുന്നത്. ഈ മനുഷ്യന്റെ അവസ്ഥ ഓർത്ത മയ്യത്ത് കവറിലേക്ക് വെക്കുമ്പോ കരഞ്ഞുകൊണ്ട് ഈ കവിത ഞാൻ ചൊല്ലിയപ്പോതാ ഒരു സുഹൃത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, ഉണ്ടായ സംഭവമാണ്. ആരുടേതാണ് ഈ വരികൾ? താങ്കൾ ഈ പറഞ്ഞ വരികൾ. ഇതാ അന്യനാട്ടിലെ അറിയാത്ത ആളുകളും കരയുന്നു, മരണം അറിയാത്ത ബന്ധുക്കളതാ അകലെ സന്തോഷത്തിലാണ്. എന്ന ഈ വരികൾ ആരുടേതെന്നറിയാമോ? ഈ മനുഷ്യന്റേതാണിത്, ഇദ്ദേഹം എഴുതിയ വരികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞൊരു സംഭവം ചരിത്രത്തിൽ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. അതാണ് ജീവിതം എന്ന് പറയുന്നത്. എവിടെ വെച്ച് എപ്പോൾ നമ്മുടെ മയ്യത്ത് ആരുടേതെന്ന് പോലും അവിടെയുള്ള സാക്ഷികൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ചാകാം ഒരു പക്ഷേ നമ്മളെ മരണം പിടികൂടുന്നത്. അല്ലാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് സ്വന്തം മനസ്സിൽ എപ്പോഴും നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ ആയുസ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടോ അത് വലുതാണ്. സാധാരണ ഉണ്ടല്ലോ, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകളാണ്. മടക്ക യാത്രയിൽ എപ്പോഴും വീടെത്താൻ ധൃതി കാണിക്കുന്ന ആളുകളാണ് നമ്മൾ. തിരുവനന്തപുരം പോയി കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി നന്മണ്ടല്ലേ ബാലുശ്ശേരിക്ക് ബസ് കയറി, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ വരാൻ അങ്ങാടിയിൽ ഒരു സുഹൃത്ത് നമ്മളെ കണ്ടു, ഒരു ചായ കുടിക്കൽ, ഒരു വെള്ളം കുടിക്കൽ എന്ന് പറഞ്ഞാൽ പറയാ, ഞാൻ യാത്ര കഴിഞ്ഞു വരും, വീട്ടിലേക്കാണ് പോകും. യാത്ര കഴിഞ്ഞു വരുമ്പോ വീടെത്താൻ നമ്മൾ ധൃതി കാണും. ഷട്ടിന്റെ ബാക്കിൽ ചളിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയാ, ഞാൻ യാത്ര കഴിഞ്ഞു വരാം, വീട്ടിലേക്കാണ് പോകും, കുഴപ്പമില്ല. മടക്ക യാത്രയിൽ വീടെത്താൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന, ധൃതി കാണിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ മടക്ക യാത്രയിലല്ലേ നമ്മളൊക്കെ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70. എന്റെ ഉമ്മത്തിന്റെ പ്രായം, ശരാശരി പ്രായം 60-നും 70-നും ഇടയിലാണ്. വഅഖല്ലു ഉമ്മത്തി അബ്നാഉ 70. എന്റെ ഉമ്മത്തിൽ വളരെ കുറഞ്ഞൊരു വിഭാഗത്തിന് മാത്രമേ 70-ലേക്ക് എത്താൻ, 70 കടക്കാൻ കഴിയുള്ളൂ എന്നാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ശരാശരി പ്രായം 60-നും 70-നും ഇടയിലാണ് റസൂൽ പഠിക്കുന്നത്. അപ്പൊ കൂട്ടി നോക്കുക, 70 ശരാശരി എന്ന് എടുത്താൽ 35 കഴിഞ്ഞാൽ റിട്ടേൺ ജേർണിയിലല്ലേ നമ്മള്, തിരിച്ചുള്ള യാത്രയിലല്ലേ. തിരിച്ചുള്ള യാത്രയിൽ വീടെത്താൻ ധൃതി കാണിക്കുന്ന നമ്മൾ ജീവിതത്തിന്റെ യാത്രയിൽ, ഞാനിതാ മടക്ക യാത്രയിലാണ്, എന്റെ ഖബറിലേക്കുള്ള യാത്രയിലാണ് എന്നത് ഓർക്കാൻ, മനസ്സിനത് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ആകണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. അള്ളാന്റെ അടുക്കൽ മാത്രമുള്ള ഒരു കാര്യമാണ് അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ്, അതുപോലെ നമ്മുടെ മരണത്തെ കുറിച്ചുള്ള അറിവ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം. അന്ത്യനാളിനെ സംബന്ധിച്ച അറിവ് റബ്ബിന്റെ അടുക്കലാണ്. അതുപോലെ മഴ പെയ്യിക്കുന്നതും അവന്റെ കഴിവിൽപ്പെട്ടതാണ്. ഗർഭാശയങ്ങളിൽ ഉള്ളതിന്റെ അവസ്ഥ റബ്ബിന് മാത്രം അറിയുന്നതാണ്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. നാളെ നീ എന്താണ് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരാൾക്കും അറിയില്ല.
അതുപോലെ തന്നെ എവിടെ വെച്ചാണ് നിന്റെ മരണം എന്നുള്ളതും അറിയില്ല, നിനക്കറിയില്ല. ഇന്നല്ലാഹു അലീമുൻ ഖബീർ, അല്ലാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞനുമാണ്. സൂറത്തുൽ ലുഖ്മാൻ 34-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര ആളുകൾ 2024 നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അപ്രതീക്ഷിതമായി ആരോഗ്യമുള്ള നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടെ ഒന്നിച്ച് കഴിഞ്ഞ ആളുകൾ. ഇതേപോലെ തന്നെയാണ് ജീവിതത്തിന്റെ ഏത് നിമിഷത്തിലും ഞാനും നിങ്ങളുള്ളത്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കോടിക്കണക്കിന് രക്തലോമികളുള്ള തലച്ചോറിലെ ഏതെങ്കിലും ഒരു രക്തലോമിയിൽ ഒരു സെക്കൻഡ് രക്തം കട്ടപിടിച്ചാൽ മതി, ഒരു ക്ലോട്ടിംഗ് ഉണ്ടായാൽ മതി, മറുഭാഗം തളർന്നു. ഞാൻ എന്ന ഭാവത്തിൽ നടക്കുന്ന മനുഷ്യൻ സ്വന്തം കാര്യം പോലും ചെയ്യാൻ കഴിയാത്ത പ്രയാസത്തിലാകാൻ ഒരു പ്രയാസമില്ല. ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു രക്തലോമികയിൽ അല്പം ഒന്ന് ക്ലോട്ടിംഗ് സംഭവിച്ചാൽ മാത്രം മതി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ദൗർബല്യാവസ്ഥയെ കുറിച്ച് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഞാൻ അങ്ങേയറ്റം കഴിവട്ട് മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. ഏത് സന്ദർഭത്തിലും പരസഹായം ആവശ്യമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഇന്നത്തെ ഈ ആരോഗ്യമുള്ള ശരീരത്തെ മാറ്റാൻ റബ്ബിന് യാതൊരു പ്രയാസമില്ല. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുലി ആഫിയതിക് വഫുജഅതി നിഖമതിക് വമിൻ ജമീഇ സുഖ്തിക്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്, അല്ലാഹുവേ നീ തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഏത് സമയത്തും റബ്ബ് തന്ന അനുഗ്രഹം ഇല്ലാതായി പോകാം. വതഹവ്വുലി ആഫിയതിക്, നീ തന്ന ആഫിയത്ത്, ശാരീരിക സൗഖ്യം അതില്ലാതാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. പെട്ടെന്ന് സംഭവിക്കുന്ന നിന്റെ ശിക്ഷകളിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എല്ലാ വിധത്തിലുള്ള നിന്റെ കോപങ്ങളിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിനോട് നമുക്ക് സ്നേഹം വേണം, ദുനിയാവിന് വേണ്ടി അധ്വാനിക്കണം, നല്ല പ്ലാൻ ഉണ്ടാകണം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല വീടുണ്ടാകണം, നല്ല വാഹനം ഉണ്ടാകണം. ഈ ലോകത്ത് എന്നും ജീവിക്കും എന്ന പോലെ നീ ദുനിയാവിന് വേണ്ടി ജീവിച്ചുകൊള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ പറഞ്ഞു, നാളെ ഞാൻ മരിക്കും എന്ന ചിന്തയോടുകൂടി നീ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കണം. ഖാറൂൻ എന്ന ധനികനായ ഒരു മനുഷ്യന്റെ ചരിത്രം, അഹങ്കാരിയായി ജീവിച്ച് അള്ളാന്റെ കോപത്തിന് വിധേയമായി ഭൂമി പിളർന്ന് അദ്ദേഹത്തെ താഴ്ത്തിക്കളഞ്ഞു അയാളുടെ കൊട്ടാരം. കുതിരക്കൂട്ടങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള സമ്പത്തിന്റെ ഉടമയായ, താക്കോലുകളുടെ ഉടമയായിരുന്ന ഖാറൂന്റെ കാര്യം പറഞ്ഞിട്ട് അള്ളാഹ് എന്നോട് നിങ്ങളോട് പറഞ്ഞു, അള്ളാഹ് നിനക്ക് തന്നത് കൊണ്ട് നീ പരലോകത്തെ തേടിക്കൊള്ളു. റബ്ബ് തന്ന വിഭവങ്ങളെ പരലോകം നേടാൻ വേണ്ടി ഉപയോഗിച്ചുകൊള്ളു. പക്ഷേ ദുനിയാവിലെ നിന്റെ ഓഹരി, നിന്റെ ചുമതല നീ മറക്കാൻ പാടില്ല. ഇവിടത്തെ നീ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി ചെയ്യണം. ദുനിയാവിന് വേണ്ടി അധ്വാനിക്കണം, ദുനിയാവിലെ ചുമതലകൾ നിർവഹിക്കണം. പക്ഷേ അല്ലാഹു നിനക്ക് എത്ര നന്നാക്കി തന്നോ, നന്മ ചെയ്തുവോ, അതേപോലെ നീ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. ഈ ഭൂമിയിൽ നീ കുഴപ്പങ്ങൾക്ക് മുതിരരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. കാരണം ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ, കുഴപ്പങ്ങൾക്ക് മുതിരുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ദുനിയാവ് എന്താണ്, ഇവിടുത്തെ ആയുസിന്റെ പ്രത്യേകത എന്താ, ശരിക്കും ഓർമ്മ വേണം. ദുനിയാവിന്റെ ഉപമ നമ്മൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലൂടെ തന്നെ അല്ലാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. മസലുൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർദ് ഫഅസ്ബഹ ശീമൻ തദ്റുബു റിയാ. അതാണ് ദുനിയാവിന്റെ അവസ്ഥ. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ പോലെ ആ മഴവെള്ളം സ്വീകരിച്ച് ചെടികൾ പൊട്ടിമുളച്ചുണ്ടാകുന്ന ഇടനൂർന്ന തോട്ടായിട്ട് അത് വളർന്നു വരും. പക്ഷെ പെട്ടെന്നൊരു മഞ്ഞളി, കാറ്റ് വന്ന് വീശുന്നൊക്കെ നശിച്ചു പോകും. ആ പാടത്ത് ഇങ്ങനെ നേന്ത്രവാഴക്കൊല കൃഷി ചെയ്തിട്ടുണ്ട്. കർഷകൻ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാണ് കൊല വെട്ടാൻ. ആ കൊലക്കൂമ്പ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കാറ്റടിച്ചാൽ മതി. ദുനിയാവിന്റെ ഉദാഹരണം വളരെ സുന്ദരമായി നേർക്ക് നേരെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ അള്ളാഹ് പഠിപ്പിച്ചിട്ടാണ്. ചെടികൾ ഇങ്ങനെ മുളച്ചു വന്ന് കൊയ്തെടുക്കാമെന്ന് കർഷകൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് അതിശക്തമായ പേമാരി വരല്ലേ, കാറ്റ് വരുന്നതൊക്കെ നശിപ്പിച്ചു കളയും. അതുപോലെയാണ് പ്രതീക്ഷകൾ വെച്ചു പുലർത്തി നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോഴായിരിക്കും
ഒക്കെ തകർന്നടിഞ്ഞു പോകുക. ഒരു മകനെ പഠിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് നല്ല ഒരു ജോലിയൊക്കെ കിട്ടി ശമ്പളം വാങ്ങുന്നതിന്റെ തലേ ഡേറ്റിലായിരിക്കും ചിലപ്പോൾ ഒരു ആക്സിഡന്റിൽ വരും. മുഴുവൻ പ്രതീക്ഷയും തകർന്നു. അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാണ്. ജീവിതത്തിലെല്ലാം അങ്ങനെയാണ്. എത്ര സുന്ദരമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ഉദാഹരണം. അതുകൊണ്ട് ചിന്ത വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മാലി വലി ദുനിയ വമാ അന വദ്ദുനിയ ഇന്നമാ മസലി വമസലു ദുനിയ കറാകിബിൻ ഇസ്തവല്ല തഹത ഷജറത്തിൻ സുമ്മ റാഹ വതറക. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹിക്കുന്ന ഹദീസ്. ദുനിയാവ് ഞാനായിട്ട് എന്തൊരു ബന്ധം, എന്ത് ബന്ധം ഞാൻ ഈ ദുനിയാവും തമ്മിലുള്ളത്? ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം അതിന്റെ ഉദാഹരണം ഒരു യാത്രക്കാരനെ പോലെ. പരിശീലങ്ങാടിയിൽ ഇങ്ങനെ പോവുക, നന്മണ്ട കൂടി വാഹനമൊന്നുമില്ല. അങ്ങനെ പോകുമ്പോ വളവിലെത്തിയപ്പോ മരത്തിന്റെ തണലിൽ നിന്ന് ഇത്ര വിശ്രമിക്കാൻ വേണ്ടി ആ മരവും അയാൾ നമ്മൾ എന്താ ബന്ധം? ഒരു മരത്തിന്റെ തണലിൽ ഇരുന്ന് വിശ്രമിച്ചു, പിന്നെ അയാൾ അവിടെ വിട്ടുപോയി. ആ മരവും അയാൾ തമ്മിൽ എന്ത് ബന്ധമൊന്നുമില്ല. അല്പനേരം തണല് കൊണ്ടു അവിടെ, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നു, ഇവിടെ 40, 50, 60, 70 കൊല്ലം ജീവിച്ചു, തിരിച്ചു പോകുന്നു, അത്ര ബന്ധമേ ഉള്ളൂ. അതുകൊണ്ട് പോകാനുള്ളവനാണ് ഞാൻ എന്ന ഓർമ്മ ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും ഉണ്ടാകണം. ദുനിയാവിന് വേണ്ടി ഓടുന്നതിനിടയിൽ, അധ്വാനിക്കുന്നതിനിടയിൽ, അവിടെ സുഖിക്കുന്നതിനിടയിൽ അള്ളാനെ മറന്നു പോകുന്ന ആളുകളെ പടച്ച തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യാണ്. നമ്മൾ ഈ കെട്ടുപടഞ്ഞ് നടക്കുന്ന ദുനിയാവുണ്ടല്ലോ, ജമാഅത്തിൽ പങ്കെടുക്കാതെ, ഖുർആൻ പഠനത്തിന് അവസരം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാതെ ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി. ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ പരിഗണന എങ്ങാനും അള്ളാഹ് കൊടുത്തിരുന്നെങ്കിൽ കാഫിറിന് ഒരു തുള്ളി വെള്ളം കിട്ടുമായിരുന്നില്ല. റസൂൽ പറയാണ്. അതല്ല എന്ന് പറയുന്ന യുക്തിവാദിയും നിരീശ്വരവാദിയും അത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ സുഖിക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാ? ദുനിയാവിന് അന്ന് അത്രേ പരിഗണന കൊടുത്തിട്ടുള്ളൂ. ഒരു കൊതുകിന്റെ ചിറകിന്റെ പരിഗണന അള്ളാഹ് ഈ ദുനിയാവിന് കൊടുത്തിരുന്നെങ്കിൽ നിഷേധിക്കൊരിറ്റു വെള്ളം കിട്ടുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുദൂതർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നീ എങ്ങനെയാകണം? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിൻ. എന്റെ ചുമലിൽ ഇങ്ങനെ കൈവച്ചിട്ട് ചുമലിൽ പിടിച്ചിട്ട് റസൂൽ പറഞ്ഞു, കുൻ ഫി ദുനിയാ കഅന്നമ ഗരീബു ആബിർ സബീൽ. നീ ദുനിയാവിൽ ജീവിക്കുമ്പോ ഒരു അപരിചിതനെ പോലെ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം. ഇത് കേട്ട് പഠിച്ച മറ്റൊരു റിവായത്തിൽ കാണാം, റസൂൽ തുടർന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇദാ അംസൈത ഫലാ തൻതദിർ സ്വബാഹ്. വൈകുന്നേരം ആയാൽ നാളെ രാവിലെ നീ ഉണ്ടാകും, നീ പ്രതീക്ഷിക്കണ്ട. വൈദാ അസ്ബഹത ഫലാ തൻതദിർ മസാൽ. രാവിലെ ആയാൽ ഇന്ന് വൈകുന്നേരം ഞാൻ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. വഖുദ് മിൻ സിഹതിക ലിമർലിക. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് രോഗാവസ്ഥക്ക് വേണ്ടി നീ പണിയെടുത്തോ. നാളെ ബാങ്ക് കേൾക്കുമ്പോ, കുഴഞ്ഞു വീട്ടിൽ കിടക്കുമ്പോ, രോഗിയായി വീട്ടിൽ കിടക്കുമ്പോ, അല്ലാഹു അക്ബർ എന്ന് പള്ളി മിനാരത്ത് ഉയരുമ്പോ നിന്റെ മനസ്സാഗ്രഹിക്കും ജമാഅത്തിന് പോകാൻ, പക്ഷെ കഴിയില്ല, തളർന്ന കട്ടിൽ കിടക്കുമ്പോ. അതുകൊണ്ട് എന്ത് വേണം? ഇന്ന് നടക്കാനുള്ള ശേഷിയുണ്ട്, അധ്വാനിക്കാനുള്ള ശേഷിയുണ്ട്, ഈ സമയത്ത് അമൽ ചെയ്തോളണം. വഖുദ് മിൻ സിഹതിക ലിമർലിക. നിന്റെ രോഗാവസ്ഥക്ക് മുമ്പ് ആരോഗ്യത്തിന്റെ സമയം നീ ശരിക്കും ഉപയോഗപ്പെടുത്തണം. വമിൻ ഹയാതിക ലിമൗതിക. മരണം വരുന്നതിന് മുമ്പ് നിന്റെ ജീവിതം നീ ശരിക്കും ഉപയോഗപ്പെടുത്തണം. മറ്റൊരു റിവായത്തിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചുമലിൽ കൈവച്ചിട്ട് റസൂൽ പറഞ്ഞത്, നാളെ നിന്റെ പേര് എന്താകുമെന്ന് എനിക്കറിയില്ല എന്നാണ്. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇന്ന് നിന്റെ പേര് അബ്ദുള്ള എന്നാണ്, നാളെ നിന്റെ പേര് മയ്യിത്ത് എന്നാകും. അങ്ങനെ വിളിക്കുക, സുഹൃത്തുക്കളൊക്കെ അങ്ങനെ വിളിക്കുക. ആ അവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാൻ ഒരു പ്രയാസവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാഖി നഅലിഹി വനാറു മിസ്ല ദാലിക. സ്വർഗ്ഗം ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്, നരകം അങ്ങനെ തന്നെ. ആ ഓർമ്മയുണ്ടെങ്കിൽ ന്യൂ ഇയർ ലഹരിയുടെ പിൻബലമുള്ളതായി മാറില്ല, അടിച്ചു പൊളിക്കലിൻ്റെതാകില്ല. കലണ്ടർ മാറ്റി വെക്കുമ്പോ ചിന്ത മനസ്സിലേക്ക് കടന്നു വരും, റബ്ബേ ഈ 2024 എന്റെ എത്ര സുഹൃത്തുക്കൾ എന്നോട് വിട പറഞ്ഞു, എത്ര പേര് രോഗികളായി തീർന്നു. അടുത്ത 25-ലെ കലണ്ടർ തൂക്കാൻ ഞാൻ ഉണ്ടാകുമോ? അത് ഇറക്കി വെക്കാൻ ഞാൻ ഉണ്ടാകുമോ? ഇല്ല. നീ തന്ന ഔദാര്യമാണ് ഈ ആയുസ്. നിനക്ക് അതൃപ്തിയുള്ള, നിനക്ക് വിദ്വേഷമുള്ള, കോപമുള്ള ഒന്നിനും ഞാൻ പോകില്ല റബ്ബേ. നിന്റെ ദീനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെ മനസ്സിനെ പഠിപ്പിക്കാൻ കഴിയുന്നവനാണ് ബുദ്ധിമാൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കാണ്, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുഅ്മിനുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? റസൂലുള്ളാഹി പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, നല്ല സ്വഭാവമുള്ളവർ, ജനങ്ങളുമായിട്ട് ഇടപഴകി ആളുകൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു സ്നേഹ സാന്നിധ്യമായി പെരുമാറുന്ന സൽസ്വഭാവം. വീണ്ടും ആ മനുഷ്യൻ ചോദിക്കുക, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, സത്യവിശ്വാസികൾ ആരാ, ബുദ്ധിമാൻ, ബുദ്ധിയുള്ളതാരാ? റസൂലുള്ളാഹിയുടെ മറുപടി, അക്സറുഹും ലിൽ മൗതി ദിക്റ, കൂടുതൽ മരണചിന്ത ആർക്കാണുള്ളത്, ഞാൻ മരിക്കാനുള്ളവനാണ് എന്ന തോന്നൽ ആർക്കാണോ അധികമുള്ളത് അവരാണ് മുഅ്മിനുകളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ. തുടർന്ന് റസൂലുള്ളാഹി പറഞ്ഞു, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ ഉലൈകൽ അഖിയാസ്, മരണചിന്ത മനസ്സിൽ വെക്ക് മാത്രല്ല, പിന്നീട് അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനങ്ങൾ, അതിനു വേണ്ടിയുള്ള ഒരുക്കം, മുന്നൊരുക്കം, അത് ഏറ്റവും കൂടുതൽ ആരാണോ നടത്തുന്നത് അവരാണ് ബുദ്ധിയുള്ളവൻ. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, പുതുവർഷം ആഘോഷിക്കാനുള്ളതല്ല, ആലോചിക്കാനുള്ളതാണ്. ആയുസ് നീട്ടിത്തന്ന അള്ളാഹുവിന് ശുക്ർ ചെയ്യാനുള്ളതാണ്. ഈ ജീവിതത്തെ ഫലവത്താക്കി മാറ്റാൻ, നാളെ നമ്മുടെ മയ്യത്ത് നമ്മുടെ വീട്ടിലെ ഡൈനിങ് ഹാളിലോ സ്വീകരണ റൂമിലോ ഒരു പലകയിൽ കിടത്തി ആളുകൾ വന്ന് കാണാൻ വേണ്ടി വന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ആ മരത്തണലിൽ നിന്നിട്ട് പതുക്കെ പറയുന്ന ചില വാക്കുകൾ ഉണ്ടല്ലോ, വലിയ സങ്കടമായി പോയി, വലിയ നഷ്ടമായി പോയി. നന്മയെ കുറിച്ചുള്ള ഓർമ്മ റസൂൽ പറഞ്ഞു, അത് സ്ഥിരപ്പെട്ടു എന്നാണ്. നമ്മൾ മരിക്കുന്ന ദിവസം നമ്മളെ കുറിച്ച് ആളുകൾ എന്താണോ പറയുന്നത് അത് സ്ഥിരപ്പെട്ടു. അതുകൊണ്ട് നല്ല ഓർമ്മകൾ ഈ നാട്ടിൽ, ഈ ലോകത്ത് ബാക്കിയായി റബ്ബിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അല്ലാഹു സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ കൂടെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ബഹുമാന്യനായ അബ്ദുൽ മജീദ് മാസ്റ്റർ, അദ്ദേഹം രോഗിയായി കിടപ്പിലാണ്, നമുക്കറിയാം. റഹ്മാനായ നാഥൻ അദ്ദേഹത്തിന്റെ അസുഖത്തെ എത്രയും വേഗം സുഖപ്പെടുത്തി കൊടുത്തു. നമ്മോടൊപ്പം സജീവമായി കഴിയാൻ, തിരിച്ചു വരാൻ റബ്ബ് അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ബഹുമാന്യ സഹോദരൻ ഹാരിസ് ബിൻ സലീം, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായ അദ്ദേഹം രോഗിയായി ആശുപത്രിയിലാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആ സഹോദരനും എത്രയും വേഗം നീ രോഗശാന്തി നൽകി ഞങ്ങളുടെ കൂടെ സജീവമായി ഈ ദീനി പ്രബോധന മാർഗത്തിൽ പ്രവർത്തിക്കാൻ നീ തൗഫീഖും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനേ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ നൈമിഷികതയെ കുറിച്ച് മനസ്സിലാക്കി തഖ്വയുള്ളവരായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നൽകിയ ജീവിതത്തിലെ അതിമഹത്തായ സൗഭാഗ്യമാണ് കൃത്യമായി ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചു എന്ന്, അഥവാ സിറാത്തുൽ മുസ്തഖീമിൽ എത്താൻ സാധിച്ചു എന്ന്. ആ സിറാത്തുൽ മുസ്തഖീമിന്റെ മഹത്വം നമ്മൾ അറിയുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. എന്റെ ഈ മാർഗം ഇത് നേരായ മാർഗമാണ്, നിങ്ങൾ അതിനെ പിൻപറ്റണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിലെ 153-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സിറാത്തുൽ മുസ്തഖീമിനെ പിൻപറ്റണം എന്ന് പറഞ്ഞതിന്റെ കൂടെ പറഞ്ഞു, എന്നാൽ വേറെ കുറെ വഴികളുണ്ട്, ആ വഴികളെ നിങ്ങൾ പിൻപറ്റരുത്, അത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയും. എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട്. തൗഹീദ് അതിന്റെ മർമ്മമാണ്, അല്ലാഹുവിന്റെ ഏകത്വം. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായി സഹകരണത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്നതോടൊപ്പം ആദർശപരമായ നമ്മുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുകയും അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ പോലെ സമൂഹത്തോട് ധൈര്യസമേതം പറയാൻ നമുക്ക് സാധിക്കണം. ഇന്നി ബരീഉം മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. നിങ്ങളും ഞാനും തമ്മിൽ സൗഹൃദമുണ്ട്, എല്ലാവിധത്തിലുള്ള സ്നേഹബന്ധമുണ്ട്. പക്ഷേ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളിൽ നിന്ന് ഞാൻ വിട്ടകന്നവനാണ്. ഈ വിഷയത്തിൽ ഞാനും നിങ്ങളും തമ്മിൽ ഒരൈക്യമില്ല, യോജിപ്പില്ല. അന്യമതങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ ആരാധനകളുടെ വിഷയത്തിൽ, ആരാധനാ മാർഗങ്ങളുടെയും ആഘോഷങ്ങളുടെയും വിഷയത്തിലൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഈ പ്രഖ്യാപനം കൃത്യമായി നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. സൗഹാർദ്ദവും സ്നേഹവുമാകാം, പക്ഷേ സിറാത്തുൽ മുസ്തഖീമിനെ വിട്ടുകൊണ്ടുള്ള ആചാരങ്ങളുടെ ചടങ്ങുകളുടെ ആളുകളായി നമ്മൾ
മാറരുത് എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നാം പ്രത്യേകം ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആഖിറത്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുക എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് ശത്രുക്കളായ ആളുകൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞാണ്, മുഹമ്മദേ, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ നീ ആരാധിക്കില്ല, ഞങ്ങൾക്കറിയാം. പക്ഷേ ഒരു ചെറിയ വിട്ടുവീഴ്ച മാത്രം, ഒരു ബഹുമാനം കാണിക്കും, ഒന്ന് നെറ്റിക്കുനിക്കൽ, അത്ര മാത്രം മതി. ആ സന്ദർഭത്തിലാണ് സൂറത്ത് ഇസ്രായേൽ ആയത്ത് അല്ലാഹു ഇറക്കിയിട്ട് താക്കീത് ചെയ്തത്. വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീല ഇദൻ ലഅദഖനാക ദിൽഫൽ ഹയാതി വദിൽഫൽ മമാത് സുമ്മ ലാ തജിദു ലക അലൈനാ നസ്റ. പ്രവാചകരെ, താങ്കളെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ അല്പമൊക്കെ അവരിലേക്ക് ചായ്ഞ്ഞു പോകുമായിരുന്നതാണ്. അങ്ങനെങ്ങാനും ചെയ്താൽ ദുനിയാവിൽ ആഖിറത്തിൽ ഇരട്ടി ശിക്ഷ താങ്കളെ നാം ആസ്വദിപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹിയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും അഅബുദൂന മാ അഅബുദു. ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല. ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നു. ആ വിഷയത്തിൽ വിശ്വാസികൾക്ക് വിട്ടുവീഴ്ച സാധ്യമല്ല എന്നാണ്. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം അറിഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ ജീവിതത്തെ ഗൗരവത്തോടുകൂടി നോക്കിക്കണ്ട് കൃത്യമായ വഴിയിലൂടെ നാം മുന്നോട്ട് നീങ്ങുക. ആ മാർഗത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്താൻ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക. സന്തോഷകരമായ ഒരു അന്ത്യം, ജീവിതത്തിന്റെ അവസാനം ആഗ്രഹിച്ച് കൃത്യമായ നിലക്ക് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തെയും ആ വിധത്തിൽ ക്രമീകരിച്ച് നാം മുന്നോട്ട് പോവുക. റഹ്മാനായ റബ്ബ് സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരണം വരിച്ചു ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാവിധ പാപങ്ങളും തിന്മകളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളുടെയും രോഗം എത്രയും വേഗം നീ അവർക്ക് സുഖപ്പെടുത്തി കൊടുക്കണമേ നാഥ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലുണ്ട്. എല്ലാം അറിയുന്ന റഹ്മാനായ നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിക്കുകയും സന്തോഷവും സമാധാനവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരിൽ പലരും ഇന്നും മണ്ണിനടിയിലാണ്. അവരുടെ ഖബറിടം നീ അവർക്ക് വിശാലമാക്കി കൊടുക്കണമേ നാഥ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم سهل أمورنا يا رب العالمين. اللهم لا سهل إلا إذا جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. ربنا تقبل منا إنك أنت السميع العليم.